ഫിഫയിലെ ഏറ്റവും കൂടുതൽ ഗോൾ സ്കോർ ചെയ്തിട്ടുള്ള പ്ലെയറാണ് ഇപ്പോൾ മെസ്സി. സമ്മതിച്ചു കൊടുക്കാണ്ട് വേറെ വഴിയില്ല. അതായത് ഈ ജാതി കളി എന്നൊക്കെ പറഞ്ഞാൽ ഫസ്റ്റത്തെ ഒരു പെനാൽറ്റി പോയപ്പോൾ ഞാൻ വിചാരിച്ചു കളി ഒരു സ്ലോയിലായിരിക്കും പോകാൻ. പക്ഷേ ഈ മനുഷ്യർ വേറെ എന്തോ ഒരു ഏലിയൻ തന്നെ എല്ലാവരും പറഞ്ഞ പോലെ. കുറേ അവന്മാരൊക്കെ പറയുന്നുണ്ട് മറ്റേ ഫിഫയുടെ മോനാണ്, ഫിഫയ്ക്ക് കാശ് കൊടുക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കണം. ഇങ്ങനെയാണ് അതൊക്കെ പറയാൻ പറ്റണത്. ഒരു 2 ഫിഫയ്ക്ക് മുന്നേ അതിനെ കൊന്ന് തിന്നുണ്ടാ ജാതി അടി അതിനെ അടിച്ചേർന്നെ. ഫാൻസിനായാലും അതിൻ്റെയൊക്കെ കുറേ ദേഷ്യമാണ് ഈ റൊണാൾഡോ ഫാൻസിൻ്റെ അടുത്ത് ഇപ്പോൾ എടുക്കുന്നത്. സത്യം പറഞ്ഞാൽ എല്ലാവർക്കും ആഗ്രഹമുണ്ട് റൊണാൾഡോയ്ക്ക് കപ്പ് കിട്ടിയാൽ നല്ലതാണെന്നുള്ള ആഗ്രഹമൊക്കെ ഉണ്ട്. പക്ഷേ അതിനെ കുറേ തിന്നുണ്ടാ നല്ല കാലത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ദേഷ്യമൊക്കെയാണ് അവന്മാർ എടുക്കുന്നത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും മെസ്സി ഇപ്പോൾ അതൊരു വേറൊരു സാധനം തന്നെയാണ്. അപ്പോൾ ആളായാലും അത്രയും കോൺഫിഡൻസും ആളെ കളി കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് ആളത്രയും ഒരു റിലാക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ കളിക്കുന്നത്. പക്ഷേ ആ കഴിഞ്ഞ ടൈമിൽ നമ്മുടെ മെസ്സിനെ കൊന്നു തിന്നിരുന്ന ഒരു സാധനം ഇപ്പോൾ അത്രയ്ക്കൊന്നും റൊണാൾഡോനെ ആരും കളിയാക്കുന്നില്ല. എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നിയിട്ടില്ല. പക്ഷേ റൊണാൾഡോൻ്റെ അടുത്ത് വേറെ വ്യക്തി വരിക ആളുടെ ദേഷ്യം അങ്ങനെയൊന്നുമില്ല. പക്ഷേ ഒരു ഫുട്ബോൾ ലവർ എന്നുള്ള പോലെ എനിക്കും റൊണാൾഡോനെ ഇഷ്ടം. പക്ഷേ ആളത്ര ഒരു ഫോമിലല്ല. അത് നിങ്ങൾ ഫാൻസിനായാലും റൊണാൾഡോക്കായാലും അത് നിങ്ങൾ സമ്മതിക്കാൻ പറ്റില്ല. പിന്നെ പോരാഞ്ഞിട്ട് ആൾക്ക് വേൾഡ് കപ്പ് ഇല്ലാത്തതിനെ പറ്റി ആളെല്ലാവരും കളിയാക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെയൊക്കെ ഒരു 4 ഇരട്ടി ഈ മെസ്സിനെ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കൊന്ന് തിന്നുണ്ടാ അതൊന്നും മനസ്സിലാക്ക്. പക്ഷെ ആളിപ്പോൾ കളിക്കണ കളി അത് കപ്പ് ഈ സീസണിൽ കിട്ടുമെന്നുള്ളതൊന്നല്ല. ആള്